ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതായത് ഇനി വരാനിരിക്കുന്ന വിശേഷമാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒരു ലൈക്ക് ഒരു ഹൈപ്പ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അലീനയെ പരിചരിക്കുന്നതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അലീനയ്ക്ക് ആകെ മൊത്തത്തിൽ സന്തോഷമൊക്കെ തന്നെയാണ്. നമ്മുടെ അലീനയെ പരിചരിക്കാനായിട്ട് ഇപ്പം ആളുകളുടെ എണ്ണം കൂടി വരികയാണല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ സന്തോഷമാകാതെയൊക്കെ ഇരിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം അലീനയുടെ അസുഖമൊക്കെ മാറി കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ഉണ്ടാകാൻ പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ. നമ്മുടെ വൈജ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലീനയ്ക്ക് സമാധാനം കൊടുക്കുന്നില്ല. അങ്ങനെ വൈജ ഭീഷണിപ്പെടുത്താനായിട്ട് തുടങ്ങുകയാണ് അലീനയെ. ഉറപ്പായിട്ടും നീ കാരണമായിരിക്കും ഞങ്ങളുടെ കുടുംബം തകർന്നു പോകുന്നത്. നീ ഇവിടുന്ന് പോവുകയാണെങ്കിൽ മാത്രമേ ഇനി ഞാനും ബാലചന്ദ്രനും ഒന്നിക്കുകയുള്ളൂ. അതുപോലെ കൃഷ്ണമോള്, ബബിത, രോഹിത് ഇവരെല്ലാം കൂടി ചേർന്ന് ഞങ്ങൾ പണ്ടത്തെ പോലെ ജീവിക്കണമെങ്കിൽ നീ ഇവിടുന്ന് പോകണം, ഇല്ലെങ്കിൽ ഒരിക്കലും അത് സാധ്യമല്ല. അപ്പൊ നീ തന്നെ അല്ലേടി ഇതിനൊക്കെ കാരണക്കാരി. നിനക്ക് ഇറങ്ങി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ബാലചന്ദ്രൻ എന്റെ അടുത്ത് വരും. ബാലചന്ദ്രൻ എന്നെ സ്നേഹിക്കും. നീ നിൽക്കുന്നത് കൊണ്ടാണ് സ്നേഹിക്കാത്തത്. നീ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ എന്റെ അടുത്ത് വരും. ബാലചന്ദ്രൻ പഴയ പോലെ എന്നെ സ്നേഹിക്കും. എന്റെ മക്കളെ സ്നേഹിച്ച് ഞങ്ങൾ ഒരു കുടുംബം പോലെ കഴിഞ്ഞങ്ങോട്ട് പോകും. അങ്ങനെ കുറെ എന്താ പറയാ, നമ്മുടെ അലീനയെ ഹെർട്ട് ചെയ്യിക്കുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും അലീനയ്ക്കും എന്താ പറയാ, അതുവരെ തോന്നാത്ത എന്തൊക്കെയോ അലീനയ്ക്ക് തോന്നി. അലീന രേവതിനെ വിളിച്ചു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് രേവതി അലീനയോട് പറഞ്ഞത്, ചേച്ചി പറയുന്നത് ശരിയല്ലേ, ചേച്ചി എന്തിനാ അവിടെ നിൽക്കണത്, ചേച്ചി അവിടെ നിൽക്കണ്ട, ചേച്ചിക്ക് പോരെ, എറണാകുളത്തേക്ക് പോരെ, ഇങ്ങോട്ടേക്ക് പോരെ, ഇവിടെ ഒന്നെങ്കിൽ ജോലി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ഒക്കെ ജോലി ചെയ്യത്തില്ലേ ചേച്ചി, ചേച്ചി എന്തിനാ അവിടെ നിൽക്കണത്, എന്തിനാ ആ തള്ളയുടെ വീട്ടിക്കൊത്ത് കൊള്ളണത്, അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ചേച്ചി. ചേച്ചിയുടെ സഹോദരങ്ങളൊക്കെയാണ്, ശരിയാണ്. പക്ഷേ എന്തിനു വെറുതെ നാണം കെട്ടി ജീവിക്കുന്നത് ഇങ്ങനെ. അപ്പോഴത്തേക്കും അലീനയ്ക്കും തോന്നുകയാണ്, ശരിയാണല്ലോ, നമ്മുടെ അലീന തന്നെയാണ് ആ വീട്ടില് കണ്ണിൽ കടി ഉണ്ടാക്കുന്നത് എങ്കിൽ അത് മാറ്റേണ്ടത് അലീന തന്നെയല്ലേ. അപ്പൊ അലീന ഇങ്ങനെ ഇരുത്തി ചിന്തിച്ചു. അലീന നേരെ ബ്രിജിത്താമ്മയുടെ ഫോട്ടോയുടെ മുമ്പിൽ ചെന്നിട്ട് ബ്രിജിത്താമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ ബ്രിജിത്താമ്മയോട് എണ്ണി ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് ഞാൻ എടുക്കുന്ന ഒരു ഡിസിഷൻ ആണിത്, എന്റെ ലാസ്റ്റ് ഡിസിഷൻ ആണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീന രണ്ട് കാര്യങ്ങൾ ദൈവത്തിനോട് ഇങ്ങനെ സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയുടെ മുമ്പിൽ തെളിഞ്ഞത് വേറൊന്നുമല്ല, നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്ന് തന്നെയാണ്. നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ഇനി നിൽക്കാൻ പാടില്ല. നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇനി ഇല്ല. എന്തിന് നിൽക്കണം, എന്നാ പിന്നെ ഇറങ്ങി പോകണം എന്ന് തന്നെയാണ് ആ ഒരു മനസ്സിലേക്ക് കയറി വരിക. ഇപ്പൊ നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും നമുക്കും ചിലത് ദൈവം കാണിച്ചു തരുന്ന പോലെ തന്നെ അലീനയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്തതുപോലെ തന്നെ അലീനയ്ക്ക് അങ്ങനെ തോന്നുകയാണ്. അപ്പൊ അലീന ഇങ്ങനെ ബ്രിജിത്താമ്മയുടെ മുമ്പിൽ ചെന്നിട്ട് അലീന ഇങ്ങനെ കരഞ്ഞു പറയാ, ഞാൻ ഇനി ഇവിടെ നിൽക്കണില്ല, എന്റെ കയ്യബദ്ധത്തിൽ തന്നെയാണ്, സത്യത്തിൽ എന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണല്ലോ ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞാൻ കാരണമാണല്ലോ ഇവിടെയുള്ള എല്ലാവർക്കും സമാധാനക്കേട് ഒക്കെ ഉണ്ടായത്, അതുകൊണ്ട് ഇനിയില്ല, ഞാൻ ഇവിടെ ഇല്ല ബ്രിജിത്താമ്മേ, ഞാൻ എൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് തന്നെ ഞാൻ മുന്നോട്ടേക്ക് ബ്രിജിത്താമ്മയുടെ ബ്രിജിത്താമ്മ ചെയ്തതുപോലെ തന്നെ അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്ത് ജീവിക്കാൻ പോവാന്ന് ഇങ്ങനെ നമ്മുടെ ബ്രിജിത്താമ്മയോട് പറയാണ്. അങ്ങനെ നമ്മുടെ അലീന അവസാന ഡിസിഷൻ ഒക്കെ എടുത്തിട്ട് നേരെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. അപ്പൊ എപ്പോഴും നമ്മുടെ അലീന ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും വളരെ സൗമ്യതയോടുകൂടി ചിരിച്ച മുഖത്തോടു കൂടി ആ ഒരു രീതിയിലാണല്ലോ ചെല്ലുന്നത്. അപ്പൊ ഈ പ്രാവശ്യം ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ അലീനയുടെ മുഖത്ത് ആ ഒരു പഴയ ചിരിയോ ആ ഒരു എന്താ പറയാ, ഒരു അച്ഛന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോഴുള്ള ഒരു മകളുടെ ആ ഒരു മുഖഭാവമോ ഒന്നുമല്ല. നമ്മുടെ അലീനയ്ക്ക് ആകെപ്പാട് ഒരു ഗൗരവമൊക്കെ. ഏതായാലും കേറിയ ഉടനെ തന്നെ നമ്മുടെ ബാലചന്ദ്രന് പിടികിട്ടി, എന്തോ സംതിങ് റോങ് ആണെന്ന് മനസ്സിലായി. ബാലചന്ദ്രൻ എന്തു പറ്റി, പതിവില്ലാതൊരു കാപ്പി ഈ സമയത്ത് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ കാപ്പി കൊണ്ടുവരുന്നത് അത് പിന്നെ അച്ഛാന്ന് പറഞ്ഞപ്പോഴത്തേക്കും കാപ്പി ഒന്നും കൊണ്ടുവരണ്ടായിരുന്നല്ലോ, നിനക്ക് പറയാനുള്ളത് എന്നോട് പറയാലോ, എന്തിനാണ് ഈ മുഖവര, നിനക്ക് പറയാനുള്ളത് എന്നോട് പറഞ്ഞോ അലീന, എന്താ പറ്റിയത് നിനക്ക്, നിന്റെ മുഖമൊക്കെ ആകെ വാടി തളർന്നിരിപ്പുണ്ടല്ലോ, എന്താ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ, നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്നെ ആരും ഒന്നും എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല, അറിയാലോ ഇപ്പൊ എല്ലാവർക്കും എന്നോട് സ്നേഹം തന്നെയാ, ബബിതയ്ക്കാണേലും കൃഷ്ണമോൾക്കാണേലും രോഹിത്തിനൊക്കെ ആണേലും സ്നേഹം തന്നെയാ, അത് ഞാൻ ഒരുപാട് ആസ്വദിക്കുന്നൊക്കെ ഉണ്ട് അച്ഛാ, പക്ഷേ ഞാനേ ഒരു പുതിയൊരു തീരുമാനം എടുത്തു, അത് അച്ഛനോട് പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുതിയ തീരുമാനമോ, അതെന്ത് തീരുമാനം, ഓഹോ തീരുമാനമൊക്കെ എടുക്കാനുള്ള വലിയ ആളൊക്കെ ആയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിന് വേറൊന്നുമല്ല, എന്റെ കാര്യത്തിലെ തീരുമാനം ഞാനല്ലാതെ വേറെ ആരാണ് അച്ഛൻ എടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അപ്പൊ ഞാൻ എന്തിനാ ഇവിടെ നിന്റെ അച്ഛനായിട്ട്, നീ എന്നെ അച്ഛാന്ന് എന്തിനാ വിളിക്കുന്നത്,
അപ്പൊ ഞാനും കൂടെ എടുക്കണ്ടേ എന്ന് പറയുമ്പം അത് പിന്നെ അച്ഛാ ഈ തീരുമാനം അച്ഛൻ പറഞ്ഞാലും ഞാൻ മാറ്റത്തില്ല. ഞാൻ ഈ തീരുമാനമായിട്ട് ഉറച്ചു മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ എടുത്ത തീരുമാനം വേറൊന്നുമല്ല, എനിക്ക് മതിയായി. ഇനി എന്തിനാ ഞാൻ നെടുമ്പുരയ്ക്കൽ വീട്ടില് ഞാനൊരു അടുക്കളക്കാരിയായിട്ട് ഇങ്ങനെ ഞാൻ എന്തിനാ ഇവിടെ കഴിയുന്നത്? അതുകൊണ്ട് ഞാൻ ഇനി പോവുകയാണ്. എനിക്ക് എൻ്റെ സഹോദരങ്ങളുടെ സ്നേഹമൊക്കെ കിട്ടി, ഒരച്ഛന്റെ സ്നേഹം കിട്ടി. ഇനി എനിക്ക് എപ്പോ വേണമെങ്കിലും ഈ വീട്ടിൽ കയറി വരാമല്ലോ. ഞാൻ ഈ വീട്ടിൽ കയറി വന്നാൽ അവരെന്നെ അതുപോലെ എന്നെ അവരുടെ സഹോദരിയായിട്ട് തന്നെയാണല്ലേ കാണത്തുള്ളൂ. അപ്പൊ ഇനി എന്തിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് പറ്റില്ല, ഞാൻ ഇനി പോവും. അച്ഛൻ അരുതെന്ന് പറയരുത് അച്ഛാ. കാരണം അച്ഛൻ ആരുമില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നല്ലോ. അച്ഛൻ ആരുമില്ലാതെ അച്ഛൻ ഇങ്ങനെ എന്ത് ഡിസിഷൻ എടുക്കണം എന്നൊന്നും അറിയാതെ അച്ഛൻ നടന്നൊരു സമയത്ത് അച്ഛന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. അന്ന് അച്ഛന്റെ കൂടെ ഞാൻ വേണമെന്ന് അച്ഛന് ഭയങ്കര വാശിയായിരുന്നു. അതുകൊണ്ട് അച്ഛൻ എന്നെ അന്നൊന്നും പറഞ്ഞു വിട്ടില്ല. അച്ഛന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അച്ഛന് എന്നെ എതിർക്കരുത്, ഞാൻ പോകുന്നതിന് എതിർക്കരുത്. ഞാൻ കാല് പിടിച്ചു പറയും എനിക്ക് പോണം അച്ഛാ. എന്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടെ നിന്നോട്ട് പറ്റില്ല അച്ഛാ, എനിക്ക് പോണം. അച്ഛൻ ഇപ്പം രോഹിത് ഉണ്ട്, ബബിതയുണ്ട്, കൃഷ്ണമോളുണ്ട്, അവരൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഇനി ജീവിക്കാലോ. അവരാണെങ്കിൽ ഇനി ഒരിക്കലും പഴയ അവസ്ഥയിലേക്കൊന്നും പോവില്ല. അവർക്ക് നല്ല കുട്ടികളായില്ലേ. അച്ഛന്റെ ആഗ്രഹങ്ങളൊക്കെ ഒത്ത് അവർ വളരുന്നില്ലേ. ഇനിയിപ്പോ എന്തിനാ പേടിക്കേണ്ടത്? ഇനിയൊന്നും പേടിക്കാനൊന്നുമില്ലല്ലോ അച്ഛാ. അതുകൊണ്ട് അലീന പോവുകയാണ്. അലീനയ്ക്ക് മതി. ഇനി ഈ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ഒരു അവകാശവും അലീനയ്ക്ക് വേണ്ട. അതുകൊണ്ട് അലീന പോകാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ബാലചന്ദ്രൻ അവിടെ നിന്ന് എണീറ്റിട്ട് അലീനയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നീ എന്താ അലീനെ പറഞ്ഞത്? ഈ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് നീ പോവുകയാണെന്നോ? നീ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടിന്റെ അവസ്ഥ എന്താവുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അച്ഛാ. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ ഈ വീടിന്റെ അവസ്ഥയല്ല, ഈ വീട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകും. പഴയ ആ ഒരു ബാലചന്ദ്രനും വൈജയും അതുപോലെ അവരുടെ മക്കളും ഒക്കെ ആയിട്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കണം. അതാ ഈ അലീനയ്ക്ക് കാണേണ്ടത്. അത് മാത്രം എനിക്ക് കണ്ടാൽ മതി അച്ഛാ, അതാ വേണ്ടതെന്ന് പറഞ്ഞപ്പം ഓഹോ, അപ്പം വൈജയി എന്നെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് നീ ഇവിടുന്ന് പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ എന്തിനാ വെറുതെ നീ അതിന് മുതിരുന്നത്? അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. നീ ഓർത്തോണ്ട് വൈജയെ ഞാൻ എന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കുകയോ ഞങ്ങൾ ഇനി ഒരുമിച്ച് ജീവിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. എന്റെ മനസ്സിലെ കല്ലുകേട് മുള്ളുകേടൊക്കെ മാറണമെങ്കിൽ വൈജ എന്നോട് സ്വയമേ സത്യങ്ങളൊക്കെ പറയണം. അവൾക്ക് സ്വയമേ എന്നോട് സത്യങ്ങളൊക്കെ പറയാൻ തോന്നുന്നോ, അവള് ചെയ്ത തെറ്റേറ്റു പറയാൻ തോന്നുന്നോ, അന്ന് മാത്രമായിരിക്കും ഇനിയിപ്പൊ ഈ ബാലചന്ദ്രൻ വൈജയെ സ്വീകരിക്കുക. അല്ലാതെ ഒരിക്കലും സ്വീകരിക്കില്ല. ഞാൻ പറഞ്ഞിട്ടല്ല അവൾ എന്നോട് ഇങ്ങോട്ടേക്ക് മാപ്പ് അപേക്ഷിക്കേണ്ടത്. ഞാൻ പറയാതെ തന്നെ എന്നെ ഇത്രയും നാൾ വഞ്ചിച്ചില്ലേ, അതിന് ഇതിനൊക്കെ അവള് എന്നോട് മാപ്പ് അപേക്ഷിക്കേണ്ടത് ഒന്നും അറിയാതെ തന്നെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിനെക്കുറിച്ചൊന്നും ഇനി ഞാൻ പറയുന്നില്ല. കാരണം എന്റെ കയ്യിലെ തെറ്റ് തന്നെയാണ്, പിഴവ് തന്നെയാണ്. ആ രഹസ്യം ഞാൻ പരമാവധി സൂക്ഷിക്കാൻ ശ്രമിക്കണമായിരുന്നു. എന്റെ വായിൽ നിന്ന് തന്നെയാണത് എല്ലാവരും അറിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അവിടെ തെറ്റുകാരി ഞാൻ തന്നെയാണ്. എന്റെ ബ്രിജിത്താമ്മയ്ക്ക് കൊടുത്തൊരു വാക്കുണ്ടായിരുന്നു, ഞാൻ ഈ കാര്യം ആരോടും പറയില്ല എന്ന്. പക്ഷെ ആ വാക്ക് പോലും എനിക്ക് പാലിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇത്രയും നാൾ ഞാൻ ഇവിടെ നിന്നു, അച്ഛന്റെ മകളായിട്ട്, എന്റെ സഹോദരങ്ങൾക്ക് കൂട്ടായിട്ട്, എന്റെ സഹോദരങ്ങളുടെ സഹോദരിയായിട്ട് ഒക്കെ ഞാൻ ഇവിടെ നിന്നു. എനിക്ക് ഇനി വേണ്ട അച്ഛൻ, ഞാൻ ഇനി പോവാണ് എന്ന് പറഞ്ഞ് നമ്മുടെ അലീന ആ റൂമിൽ നിന്നും ഇറങ്ങി നേരെ റൂമിലേക്ക് പോയി പെട്ടിയൊക്കെ പാക്ക് ചെയ്യാണ് കേട്ടോ. ഈ ഒരു സമയത്താണെങ്കിൽ ബബിതയും കൃഷ്ണയും വരുമ്പോഴത്തേക്കും ആദ്യം കൃഷ്ണമോൾ വന്നപ്പോഴത്തേക്കും നമ്മുടെ അലീനെ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നു, കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു, എന്താണെന്നൊന്നും അറിയില്ല. നേരെ ബബിതയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അതിന് ബബിതേച്ചി എന്തോ പറ്റിയിട്ടുണ്ട് അലീന ചേച്ചിക്ക്, അലീന ചേച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുകയാണ്, അലീന ചേച്ചി ബാഗൊക്കെ എടുത്ത് വെക്കുന്നു, ഇത് എവിടെ പോകുമെന്ന് അറിയത്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ രോഹിത്തിനെ കൂട്ടി എറണാകുളത്ത് പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ ദിവസം, അപ്പൊ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും, രോഹിത്ത് കൊണ്ടുപോയിക്കോളൂല്ലോ അലീന ചേച്ചിന്ന് പറഞ്ഞപ്പോ ഇതൊന്നുമല്ല, എറണാകുളത്ത് പോകുമ്പോ എനിക്കറിയാലോ അലീന ചേച്ചി ഭയങ്കര സന്തോഷത്തോടു കൂടിയാണല്ലോ എറണാകുളത്തേക്കൊക്കെ പോകുന്നത്, ഇതൊന്നുമല്ല, ഇതെന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ എന്ത് പറ്റാനാ പിന്നെ, എന്നാ പിന്നെ വന്നേ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയിട്ട് നേരെ ബബിതയും കൃഷ്ണമോളും ചെല്ലുന്നത് ബാലചന്ദ്രന്റെ അടുത്തേക്കാ. ബാലചന്ദ്രനോട് പറഞ്ഞു, ഇതേ അലീന ചേച്ചി അവിടെ ഇരുന്ന് കരയുന്നു, എന്തിനാണെന്ന് അറിയത്തില്ലല്ലോ അച്ഛാ, ബാ നമുക്ക് വന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞപ്പം നിങ്ങൾ അലീനയോടൊന്നും ചോദിക്കാൻ പോവണ്ട, നിങ്ങൾ എന്നോടൊന്നും ചോദിക്കാനും വരണ്ട, ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലെന്നൊന്നും വേണ്ട, അലീന ഇവിടെ നിന്ന് പോവുകയാണ്, പോകുന്നവരൊക്കെ പോട്ടെ, എനിക്ക് ആരെയും തടഞ്ഞു നിർത്താനായിട്ട് പറ്റില്ല, ഞാൻ ആരെയും തടഞ്ഞു നിർത്തത്തില്ല, പോകുന്നവരെ ഈ വീട്ടിൽ താമസിക്കാൻ താല്പര്യമില്ലാത്തവരൊക്കെ പൊക്കോട്ടെ, എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അതുകൊണ്ട് ഞാൻ ആരെയും തടഞ്ഞു നിർത്തില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് അലീന ഇവരുടെ അടുത്തേക്ക് വന്നു കേട്ടോ. അലീന ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ ബബിതയോടും കൃഷ്ണമോളോടൊക്കെ പറയാണ്, അത് പിന്നെ മക്കളെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ, അത് ഉറപ്പുള്ള കാര്യം, പറയാതെ പോവില്ല,
എനിക്കിപ്പോ ഇവിടുന്ന് പോയേ പറ്റൂ, അതുകൊണ്ട് നിങ്ങളൊക്കെ എത്ര നിർബന്ധം പിടിച്ചാലും അലീന ചേച്ചി ഇവിടുന്ന് പോകുന്നു പറയുമ്പോഴത്തേക്കും കൃഷ്ണമോളുടെ കണ്ണും ബബിതയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. അപ്പൊ രോഹിത് വന്നിട്ട് ഇവിടെ എന്താ പറ്റിയത്, പോകുന്ന കാര്യമൊക്കെ പറയുന്നത്, ആര് പോകുന്ന കാര്യം എന്ന് ചോദിച്ചപ്പം നമ്മുടെ ബബിത പറഞ്ഞു അത് വേറെ ആരും പോകുന്ന കാര്യമല്ല, അലീന ചേച്ചി ഇവിടുന്ന് പോവാന്നാ രോഹിത്തേട്ടാ പറയുന്നതെന്ന്. രോഹിത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അലീന ചേച്ചി എവിടെ പോകാനാ, അലീന ചേച്ചിനെ ആരും ഇവിടുന്ന് പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ല. ആരാ അലീന ചേച്ചിനെ പറഞ്ഞു വിടുന്ന, അമ്മയാണോ? ആഹാ, ഇന്ന് അമ്മേനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അയ്യോ രോഹിത്തെ നീ അടങ്ങ്, ഞാൻ പോകുന്നത് ആരും പറഞ്ഞിട്ടല്ല, എനിക്ക് പോയേ പറ്റൂ മോനെ, എനിക്ക് ഇവിടുന്ന് പോണം. ഞാൻ ഇവിടെ വന്നത് എന്തിനാ, ഞാൻ ഇവിടെ വന്നത് മുത്തശ്ശീനെ നോക്കാനാ. അത് കഴിഞ്ഞപ്പോ അച്ഛന്റെ അവസ്ഥ കണ്ട് ഞാൻ ഇവിടെ നിന്നു. പിന്നെ മക്കളെ നിങ്ങളെയൊക്കെ നോക്കി നിങ്ങളുടെ ഈ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ ഞാൻ കടന്നു പോയി, അതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് ഇനി പോയേ പറ്റൂ എന്ന് പറയുന്നു. ഏതായാലും ഈ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീന പോകാതിരിക്കാനുള്ള വഴിയൊക്കെ വേണമെങ്കിൽ എന്റെ കയ്യിലുണ്ട്. വൈജ സ്നേഹിച്ചാൽ അലീന പോകത്തില്ലല്ലോ. വൈജ സ്നേഹിച്ചാൽ അലീന പോകത്തില്ലല്ലോ, വൈജയെ കൊണ്ട് അലീനയെ സ്നേഹിപ്പിക്കാനുള്ള വഴി എന്റെ കയ്യിലുണ്ടെന്ന്. പെട്ടെന്ന് കൃഷ്ണമോളൊന്ന് നോക്കി കേട്ടോ. കൃഷ്ണമോൾക്ക് മാത്രം അറിയുന്ന സത്യമാണല്ലോ, കൃഷ്ണമോൾക്കും അലീനയ്ക്കും ബാലചന്ദ്രനും അറിയാവുന്ന ഒരു സത്യമാണ്. അപ്പം അലീന പറഞ്ഞു വേണ്ട അച്ഛ, അതൊന്നും വേണ്ട, അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, അതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല അച്ഛൻ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, പിന്നെ ഞാൻ എന്ത് ചെയ്യണം, നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണോ, എന്താടി അലീന നീ പറയുന്നത്, നിന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വീട് ഉറങ്ങിപ്പോലെ, ഈ വീട്ടിൽ പിന്നെ ആരാ ഉള്ളതെന്ന് ചോദിച്ചപ്പം ഈ വീട് പണ്ടത്തെ പോലെ തന്നെ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കും, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ പോയി ഓർത്തുകൊണ്ട് ഇവിടെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അച്ഛൻ ഒരു കാര്യം ചെയ്യണം, എന്നെ എറണാകുളത്ത് വിടണം. ഞാൻ എറണാകുളത്തേക്ക് തന്നെയാണ് പോകുന്നത്, എറണാകുളത്തേക്ക് പോയി ഞാൻ അവിടെ സെറ്റിൽ ആയിക്കോളാം. ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരാം, ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരാതിരിക്കില്ലല്ലോ, എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ, വേറെ എവിടെയെങ്കിലും എനിക്ക് ജോലിക്ക് കയറണം. എനിക്ക് എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ബ്രിജിത്താമ്മയുടെ പാത പിന്തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് കുറച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം, അതിന് എനിക്ക് കുടുംബവും അതുപോലെ സഹോദരങ്ങളും അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് ജീവിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന അവിടെ നിന്ന് പടി ഇറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ. ഏതായാലും അലീന പടി ഇറങ്ങി പോവുമോ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന്? മനു എന്ത് ചെയ്യും? മനു ഇതറിഞ്ഞു കഴിഞ്ഞാൽ മനുവിന് സഹിക്കുമോ? എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ ഇതിന്റെ ബാലൻസ് കഥയായിട്ട് ഞാൻ നാളെ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണേ. അപ്പൊ ഇനി എന്നും നമ്മളൊരു 3:30-3:15 ഒക്കെ ഇടയ്ക്കായിട്ടെന്നും അപ്കമിങ് വിശേഷങ്ങൾ നമ്മുടെ ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. മിസ് ചെയ്ത് കളയരുതേ, എല്ലാവരും കാണണം. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി, നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.